നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താടാ നീ കാര്യം പറ. എന്റെ കൂട്ടുകാരന്റെ പരിചയത്തിലുള്ള ഒരു കോടീശ്വരൻ സിനിമ നിർമ്മിക്കാൻ പോകുന്നു. നായകനും നായികയും പുതുമുഖം മതിയെന്ന് പ്രൊഡ്യൂസറിന് നിർബന്ധം. ഞാൻ നിന്റെ ഫോട്ടോയും വീഡിയോ അദ്ദേഹത്തെ കാണിച്ചു. എന്നിട്ട് നിന്റെ ഫോട്ടോ കണ്ടതും ഇത് തന്നെ എന്റെ നായിക എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആണോ? അതേടി, എത്രയും വേഗം നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക അദ്ദേഹം. എവിടെയാ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓഫീസ്? ഓഫീസല്ല, പ്രൊഡ്യൂസർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നിന്നെ കൊണ്ടുചെല്ലാനാ പറഞ്ഞത്. ഹോട്ടലില്ല? ഇത്രയും വലിയ ആൾക്ക് ഓഫീസില്ലേ? കാണുന്നത് ഓഫീസിലായാലും ഹോട്ടലായാലും നമുക്കെന്താ, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. ഓഡീഷൻ പോലും ഇല്ലാതെ നിനക്ക് ആ പടം കിട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെയാ നീ മുൻപും പലയിടത്തും എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ അവർ അഭിനയിച്ച് കാണിക്കാൻ പറയും. പിന്നെ എന്റെ ശൈലി മെത്തേഡ് ആക്ടിങ് ആയതുകൊണ്ട് അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അതാ പതിവ്. ഇത്തവണ അങ്ങനെയല്ല. ആ പ്രൊഡ്യൂസർ കാത്തിരിക്കുന്നത് മെത്തേഡ് ആക്ടിങ് അറിയാവുന്നവരെയാ. ആണോ? ആ, എങ്കി ഇന്ന് ഞാൻ പൊളിക്കും. ആട് ജീവിതത്തിലെ രാജുവേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെ അഭിനയിക്കുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. പൃഥ്വിരാജ് അറിയാതിരുന്നാ മതിയായിരുന്നു. എന്ത്? അല്ല, നിന്റെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ട് പൃഥ്വിരാജ് നിന്നെ എമ്പുരാനിലേക്ക് കാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതാ. ഓഹോ, എന്റെ പ്രകടനം നമുക്ക് വീഡിയോ എടുത്ത് രാജുവേട്ടന് അയച്ചു കൊടുക്കാം. അതെ അതെ, ഡേറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ച് പൃഥ്വിരാജിനും കൊടുക്കാം. അയാൾ അപ്കമിങ് ഡയറക്ടർ കൂടിയാണല്ലോ. ഞാൻ എന്തായാലും വേഗം റെഡിയാവാം. നീ റെഡിയാവേ? ശരി ശിവാനി. ഒരാട് ജീവിതം, എന്റെ കൂടെയുള്ള ജീവിതം കഴിച്ചു കഴിയുമ്പോ നീ ആ സിനിമയിലെ പൃഥ്വിരാജിന്റെ അവസ്ഥയാവോടി ചെമ്മരിയാടെ. സർ, ഇത് കപ്പിൾസ് മീറ്റ് അല്ലേ? സാറിന്റെ വൈഫ് വരില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണോ എന്നെയും കൂട്ടി വന്നത്? ജോൽസിന് എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ഒരു ചാൻസ് കിട്ടിയാൽ നമ്മുടെ പ്രപ്പോസൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജോൽസിനെ ഞാൻ കൂടെ കൂട്ടിയത്. എന്നാലും വൈഫായിട്ട് അഭിനയിക്കണമെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. കൂടുതൽ ഷോ ഒന്നും വേണ്ട. ഞാൻ ബോസും താൻ സെക്രട്ടറി മാത്രമാ. മനസ്സിലായോ? വെൽക്കം സർ. വെൽക്കം മാഡം. താങ്ക്സ്. എല്ലാവരും എത്തിയോ? എത്തി സർ, വരൂ. ഏത് ഫ്ലോറിലാണ് മീറ്റ് നടക്കുന്നത്? സെക്കൻഡ് ഫ്ലോറിലാ. സെക്കൻഡ് ഫ്ലോർ. നമ്മൾ പ്രതീക്ഷിച്ചവരൊക്കെ എത്തിയല്ലോ. അതെ, മിസ്റ്റർ ഗൗതമും വൈഫും എത്തിയിട്ടില്ല. ഓക്കെ ഓക്കെ, ഗൗതം വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഓക്കെ. വാം വെൽക്കം ടു അവർ ന്യൂലി മാരീഡ് കപ്പിൾ. ഞാൻ പറഞ്ഞില്ലേ സർ, നമ്മളെ കണ്ട അങ്ങനെ തെറ്റിദ്ധരിക്കൂന്ന്. നമ്മള് സൂപ്പർ ജോഡിയാ. എന്താ നിന്ന് കളഞ്ഞത്? വരൂ, ഇരിക്കൂ പ്ലീസ്. താങ്ക് യു. താങ്ക്സ് മാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ബിസിനസ് അവാർഡുകൾ കരസ്ഥമാക്കിയ ഗൗതമിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. യെസ്, ഹിസ് വൈഫ് ഈസ് വെരി ബ്രില്യന്റ്. രാവിലെ ഫോണിൽ സംസാരിച്ചപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. തൽക്കാലം സാറൊന്നും പറയണ്ട, നമുക്ക് ഈ ഡീല് കിട്ടുന്നതാ പ്രധാനം. ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ കപ്പിൾസിന് വേണ്ടിയുള്ളതാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാതെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണിത്. അതുകൊണ്ടാണ് ഇതൊരു കപ്പിൾസ് മീറ്റാക്കി മാറ്റിയത്. ലത, എക്സ്പ്ലെയിൻ യുവർ സെൽഫ്. ഓക്കെ, ഞാനിപ്പോ. ഹലോ, ഞാൻ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന് ആൻസേഴ്സ് പറയേണ്ടത് ഇവിടെയുള്ള വൈഫുമാര്. ആരാണോ കൂടുതൽ കറക്റ്റ് ആൻസേഴ്സ് പറയുന്നത് അവർക്ക് ഈ ഡീല് ലഭിക്കും. ഞാനാ ഭാര്യന്ന് ഇവരെ വിശ്വസിപ്പിച്ചാൽ മാത്രമേ ഡീല് കിട്ടൂ. അങ്ങനെ കള്ളം പറഞ്ഞ് നമുക്ക് ഈ ഡീല് വേണ്ട. മൂർത്തി സാർ വരട്ടെ, ഞാൻ തെറ്റിദ്ധാരണ മാറ്റും. പക്ഷേ ഈ പ്രോജക്റ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കണം. മൂർത്തി സാറിന്റെ സ്പീച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പെർമിഷൻ വാങ്ങാതെ റെക്കോർഡ് ചെയ്യുന്നത് ശരിയല്ല. പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ?
നിർത്ത് 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 നിർത്ത്. ഓട്ടോറിക്ഷകൾ അകത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. ആളെ ഇവിടെ ഇറക്കിയാൽ മതി. ഞങ്ങൾക്ക് ഹോട്ടലിന്റെ അകത്തേക്കാ പോണ്ടേ. നടന്നു പോണം മാഡം. നടന്നു പോവാന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം തീരെ ശരിയല്ല. ശിവാനി നീ നടങ്ങ്. നീ മിണ്ടാതിരിക്കെ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അതെ, ഞാനൊരു ഹീറോയിനാ. പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യാൻ വന്ന എന്നെ ഗേറ്റിൽ തടഞ്ഞു നിർത്തിയത് ഒട്ടും ശരിയായില്ല. ഹീറോയിൻ എന്താ ഓട്ടോറിക്ഷയില്ല? മാഡം എന്നെ കളിയാക്കുകയാണോ? ഓട്ടോറിക്ഷ ഗേറ്റിനുള്ളിൽ കടത്തിയാൽ എന്റെ പണി പോകും സാറേ. നോ പ്രോബ്ലം ചേട്ടാ, ഓട്ടോ പറഞ്ഞു വിട്ടേക്കാം. എത്ര ചേട്ടാ? 200. ദാ. എടാ, നീ ഒരു ഒറ്റ എടുത്തും കാരണം എനിക്ക് ഈ അപമാനം മൊത്തം സഹിക്കേണ്ടി വന്നേ. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഓട്ടോ അകത്ത് വിടാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? അത് നിന്റെ കുറ്റമല്ല. പക്ഷെ എന്നെ ഒരു AC പോഷ് കാറിൽ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് നിന്റെ കുറ്റം തന്നെയാ. അധികം പണം ചെലവ് ചെയ്യരുതെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നീ ദൂർത്തടിക്കരുതെന്നാ, എന്റെ ആവശ്യത്തിന് ചെലവാക്കരുതെന്നല്ല. ഇന്നലെ നീ 10 പവൻ കൊണ്ടുപോയി പണയം വെച്ചില്ലേ? ആ കാശ് എവിടെ? എടി, നിന്റെ ചെലവുകൾ നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പോരാത്തതിന് നിന്റെ പേരിലുള്ള കേസ് തീർക്കാൻ ലക്ഷങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെ ഓപ്പണായി മുഖം കാണിക്കരുത്. ഷോൾ എടുത്ത് മറയ്ക്ക്. മുഖം മറിച്ച് പ്രൊഡ്യൂസർ കാണാൻ പറ്റുമോ? എടി, അയാളുടെ റൂമിൽ ചെല്ലുമ്പോൾ ഷോൾ മാറ്റിയാ പോരെ? ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞ ആ നിമിഷം പോലീസ് ഇവിടെ എത്തും. ഈശ്വര, ഇവളാരും തിരിച്ചറിയല്ലേ? വാ. ആരും കണ്ട തിരിച്ചറിയില്ല. ഓക്കെ, വാ പോവാ. ഹലോ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. VIP പോയിട്ട് അങ്ങോട്ട് പോയാ മതി. VIP യോ? വല്ല സിനിമാ താരമായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. മാഡത്തിന് സ്പെഷ്യൽ റിസപ്ഷൻ കൊടുക്കണമെന്നാ ഓർഡർ. അവരകത്തോട്ട് കയറി കഴിയുമ്പോ നിങ്ങൾ പോയിക്കോ. വെൽക്കം മാഡം. നിധി, നീ എന്റെ പിന്നിൽ ഒളിച്ചു. ഞാൻ ഇനി ഇവിടെ വിളിക്കും. ഈശ്വരമംഗലത്ത് നിന്ന് ഗോപിനാഥൻ സാർ വിളിച്ചിരുന്നു. മാഡം വരുന്ന കാര്യം അറിയിച്ചിരുന്നു. Oh, okay. Thanks for the reception. Where is Gautam? കോൺഫറൻസ് ഹാളിലേക്ക് ഞാൻ തന്നെ കൊണ്ടുവിടാം. മാഡം വരൂ. നീ കണ്ടോ അവള് പോയത്? നീ കണ്ടോ? ഒരു സിനിമാ നടിയേക്കാൾ വലിയ പത്രാസിലല്ലേ അവളിപ്പോ? കണ്ടു ശിവാനി, നിധി പൊളിച്ചു. ഓ, എന്താ അവളുടെ ഒരു ബ്യൂട്ടി. ഓ, ഗൗതം സാറിന്റെ ഭാഗ്യം തന്നെ. എനിക്ക് തോന്നുന്നത് ഗൗതം സാർ നിധിയെ നായികയാക്കി സിനിമ നിർമ്മിക്കാൻ പോവാന്ന്.